ബാഹുലേൻ്റെ വീടിന് മുൻപിലേക്ക് ആംബുലൻസ് എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി ഇതുവരെ അടക്കി വെച്ച തേങ്ങലും കണ്ണീരുമെല്ലാം ഈ നിമിഷങ്ങളിൽ നിയന്ത്രണം വിട്ട് ഒഴുകിയെത്തും. അത്രമാത്രം പ്രിയപ്പെട്ടവനായൊരു വ്യക്തി. ബാല്യം മുതൽ ചെറുപ്പകാലമെല്ലാം ഈ ഒരു നാടിനു വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി തന്റെ സുഖവും അധ്വാനവും ഒക്കെ മാറ്റിവെച്ച ഒരു പൊതുപ്രവർത്തകന്റെ മകൻ, അതേ പാതയിൽ സഞ്ചരിച്ചിരുന്ന മകൻ. ഈ ഒരു വേദന, ഈ ഒരു വിയോഗം സമാനതകളില്ലാത്ത നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. വഴിയുണ്ട്, ഇറക്കിക്കോളെ. വലിയ പെട്ടിയാണ്. ഇറക്കിക്കോളെ, ഇറക്കിക്കോളെ. അപ്പം വഴി ഇനിയൊരു തിരിച്ചുപോക്കില്ലാത്ത പ്രവാസിയുടെ വീട്ടിലേക്കുള്ള അവസാനത്തെ വരവാണിത്. ഇനിയൊരു മടക്കയാത്രയുമില്ല, വിടപറച്ചിലുമില്ല, യാത്ര പറച്ചിലുമില്ല. ഇവിടെ ബാഹുലേൻ്റെ ജീവിതയാത്ര അവസാനിക്കുകയാണ്. ബാഹുലേൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ട് ആംബുലൻസിൽ എത്തി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. വഴികളെല്ലാം കണ്ണു നിറഞ്ഞ് തൊണ്ടയിടറി നിൽക്കുന്ന നാട്ടുകാരും പ്രിയപ്പെട്ടവരും പലരും തേങ്ങലടക്കാൻ പാടുപെടുകയാണ്, പലരും വിങ്ങിപ്പൊട്ടുകയാണ്. ഏറെ വേദനാജനകമായ കാഴ്ചകൾക്കാണ് പുലാമന്തോൾ സാക്ഷ്യം വഹിക്കുന്നത്. ഒന്ന് സൈഡിലേക്ക് ബാക്കി വീട്ടിലേക്ക് മാധ്യമങ്ങൾ പ്രവേശിക്കുന്നില്ല. കാരണം ചെറിയ വീടാണ്, അവിടെ എല്ലാവർക്കും നിൽക്കാനുള്ള സൗകര്യം പോലുമില്ല. മാത്രമല്ല അവരുടെ ഒരു അഭ്യർത്ഥനയും അത് അവരുടെ സ്വകാര്യ ചടങ്ങായി അത്തരത്തിൽ കാണിക്കുന്ന അഭ്യർത്ഥനയാണ് നടത്തിയിരുന്നത്. മാധ്യമങ്ങളുടെ തിരക്കും ബഹളവും അവിടെ വേണ്ട. അതിനാൽ തന്നെ ആ ചടങ്ങിന് ശേഷം പൊതുദർശനത്തിന് ബാഹുലേൻ്റെ ഭൗതിക ശരീരം കൊണ്ടുവരും. അവിടെ വെച്ച് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ജനപ്രതിനിധികളും നേതാക്കളും എല്ലാം തന്നെ ബാഹുലേന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ശ്രീ എംപിമാരായ ടി മധുബഷീർ, ശ്രീകണ്ഠൻ, PK കുഞ്ഞാലിക്കുട്ടി, നജീബ് കാന്തപുരം തുടങ്ങി പ്രധാനപ്പെട്ട മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ പ്രധാന നേതാക്കളെല്ലാം തന്നെ ബാഹുലേന് ഒരു നോക്ക് കാണുവാൻ ഇവിടെ എത്തി കാത്തിരിക്കുകയാണ്. ഇതിനു പുറമെ നൂറുകണക്കിന് ആളുകളാണ് ഈ വഴിയുടെ ഇരുവശവും ആംബുലൻസ് കടന്നു വന്നപ്പോൾ ബാഹുലേൻ്റെ മൃതദേഹം വന്ന ആംബുലൻസ് വന്ന വഴി കാത്തു നിന്നിരുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ ആളുകളെല്ലാം കാത്തിരിക്കുന്നുണ്ട്. അന്ത്യകർമ്മ ചടങ്ങുകൾ അത് ആ കുടുംബത്തിൻ്റെ സ്വകാര്യത അല്ലെങ്കിൽ അവരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് മാധ്യമങ്ങൾ അവിടെ പ്രവേശിക്കാതിരിക്കുകയാണ്. കാരണം വളരെ ഇടുങ്ങിയ സ്ഥലമാണ്, അധികമൊന്നും ആർക്കും നിൽക്കാൻ കഴിയുന്ന ഇടമല്ല.
അതുകൊണ്ട് തന്നെ ആ ഒരു കുടുംബത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഈ ഒരു പൊതുദർശനത്തിൻ്റെ ഇടത്ത് മാധ്യമങ്ങളെല്ലാം കാത്തു നിൽക്കുകയാണ്. ഏതായാലും സമയമെടുക്കും, ഇനിയും 15 മിനിറ്റോളം സമയം, ഒരുപക്ഷെ അത് അല്പം നീണ്ടാക്കാം. അതിനുശേഷമേ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിനായി ഇവിടേക്ക് എത്തിക്കുകയുള്ളൂ. ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയും ഇട്ടുമൂഴ്സറൊക്കെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഈ വേദനയിൽ? വളരെ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെയുള്ള. നാട്ടുകാർ മൊത്തം ദുഃഖത്തിലാണ്. മരിച്ചത് എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ്. അത് മാത്രമല്ല, ഇവിടുത്തെ എല്ലാ പൊതുപ്രവർത്തനങ്ങളിലും ഉണ്ടായിരുന്ന ആളാണ്. അതാണ് ഏറ്റവും ദുഃഖകരം. അങ്ങനെ ഒരു കാര്യം ഉൾക്കൊള്ളാൻ പോലും ഈ നാടിന് സാധിക്കുന്നില്ല. ഇവിടെ ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ പൊതുപ്രവർത്തകർ എല്ലാവരും അവരുടെ കൂട്ടത്തിലെ ഒരാളായിരുന്നു. ശ്രീകണ്ഠനറിയാം, ഇവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും ബ്ലോക്ക് മെമ്പറും ഒക്കെ ആയിരുന്ന വളരെ ദുഃഖകരമായൊരവസ്ഥയിലാണ് എല്ലാവരും. വളരെ ദുഃഖകരമായ കാര്യമാണ്. പറഞ്ഞ പോലെ വളരെ നല്ല സ്വഭാവമുള്ള ചെറുപ്പക്കാരൻ, എല്ലാവരോടും വളരെ മയമായി പെരുമാറുന്നവരാണ്. ഈ സംഭവം തന്നെ വളരെ ഞെട്ടലും സങ്കടമൊക്കെ ഉണ്ടാക്കുന്നതാണ്. ദൈവം അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നൽകട്ടെ. ബാഹുലയൻ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയായിരിക്കും എനിക്കറിയാം. വളരെ സജീവമായിട്ട് പൊതുപ്രവർത്തനം നടത്തിയിരുന്ന, നാടിനൊക്കെ വളരെ വേണ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരനായിരുന്നു. ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ് ഇല്ലാതായത്. കേരളത്തിൽ ഇതുപോലെ ഒരുപാട് കുടുംബങ്ങളാണ് ഈ ദുരന്തത്തിൽ അകപ്പെട്ടത്. അത്യന്തം ദുഃഖം നിറഞ്ഞ ഒരു സാഹചര്യമാണ്. കുടുംബത്തിൻ്റെ ആശ്രയമായിരുന്നു മാത്രമല്ല, അവരുടെ കുടുംബം ഒരു കോൺഗ്രസ് കുടുംബമായിരുന്നു. സമൂഹത്തിൽ എല്ലാവർക്കും വേണ്ടപ്പെട്ടവരായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ദുരന്തമാണ് ഉണ്ടായിട്ട്. വാക്കുകൾക്കൊക്കെ പരിമിതിയുണ്ട്, നമുക്ക് ആളുകളോട് സംസാരിക്കുന്നതിനും പരിമിതിയുണ്ട്. കാരണം ഈ ഒരു ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നമുക്ക് മിതത്വം പാലിച്ചേ തീരൂ. കാരണം ഒരു വിങ്ങിപ്പൊട്ടലിൻ്റെ പൊട്ടിക്കരച്ചിലിൻ്റെ പക്കത്താണ് ഈ ഒരു ആളുകളെല്ലാം തന്നെ ഉള്ളത്. കാരണം ഈ ഒരു ദൃശ്യങ്ങൾ തന്നെ വിളിച്ചു പറയുന്നുണ്ട് എത്രമാത്രം പ്രിയപ്പെട്ടവനായിരുന്നു ബാഹുലയൻ ഈ നാട്ടിൽ നിന്ന്. അതുകൊണ്ട് തന്നെ ബാഹുലയൻ്റെ അവസാനമായിട്ടൊന്ന് കാണാൻ, അന്ത്യാഞ്ജലി അർപ്പിക്കാനായിട്ടാണ് ഈ ആളുകളൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ബാഹുലയൻ്റെ മൃതദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണുള്ളത്. അദ്ദേഹത്തിൻ്റെ അമ്മയും അച്ഛനും ഭാര്യയും സഹോദരിയുമുള്ള കുടുംബാംഗങ്ങൾ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. അതിനുശേഷം അവിടെ മതപരമായിട്ടുള്ള ചടങ്ങുകളുണ്ട്. അതിനുശേഷം ഇവിടേക്ക് കൊണ്ടുവരും. എന്താണെങ്കിലും ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ഇനി ബാഹുലയനെ നമുക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ, യാത്ര പറയാൻ ശേഷിക്കുന്നത്. ഭവ്യ.